ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ ലഭിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അതും ചർച്ച ചെയ്യും. ഇതാ പാലക്കാട് ആര് ചർച്ച? നിങ്ങളൊക്കെ അവരായിട്ട് നിങ്ങൾ ജനം അല്ല, അതറിയാം. ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? തന്ത്രി, അവിടെ ഉണ്ടായിരുന്ന തന്ത്രി, മന്ത്രി, ചുമതല വെച്ച മന്ത്രി, കമ്മീഷണർമാര്, ഇവർ പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണം കള്ളക്കടത്ത് നടത്തിയല്ലോ, അദ്ദേഹത്തെയുള്ള അഭിവൃദ്ധമായുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹമായിട്ട് ഇടപഴകിയെന്ന് ഒരു മുൻ MLA, CPM-ന്റെ MLA പറഞ്ഞു. ജയിലിലാ MLA ഇന്ന് വരെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കും, ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ CPM സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അത് നിങ്ങൾ എന്താ അനുവദിക്കാത്തത്? അതെന്താ നിങ്ങൾ സമ്മതിക്കാത്തത്? ഞാൻ ചോദിട്ടെ, അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടത്. അംഗങ്ങളിൽ ഒരാളാണ്. അത് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം ഞാൻ പാർട്ടി പറയും, പൊതു എന്നെ മധ്യത്തിൽ പറയില്ല. എനിക്ക് വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച ഇവിടെ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാ. ജീവിക്കാൻ മാർഗമില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി. ഇപ്പോ ഇന്നത്തെ വാർത്ത നിങ്ങളൊന്നും കാണുന്നില്ല. ഒരു CI, ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് ഒന്നും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഈ ഇടയ്ക്ക് കോലിട്ട് വെക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു CI പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു. അതിന് നിങ്ങൾക്കൊരു വിലയില്ലേ? ആ CIന്റെ കഴിഞ്ഞ മാസം കൊടുത്ത മരണമൊഴി അദ്ദേഹം എഴുതി വെച്ചത് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ അത് ലീക്കായി. ഒരു DYSP സ്ഥിരമായിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു, അതിന് കൂട്ടുകൊണ്ടുപോകുന്നത് CI. നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും ഒരു ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കല്ലേ? അതൊക്കെ ചർച്ചയല്ലേ? അതൊക്കെ ചർച്ചയാവുമല്ലോ. ജനവിരുദ്ധമായ നയങ്ങൾ അദ്ദേഹത്തിന്റെ PA അല്ല ഞാൻ. ഈ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് നയങ്ങളുണ്ട്. ഇതാണ് ഇപ്പൊ അത് നിങ്ങൾ MLA-യോട് ചോദിക്കും. MP ഇല്ലല്ല, ഈ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി വരട്ടെ. ഓരോരുത്തരും സമ്മതിക്കും. MP ഓഫീസ് 9:30 മണിക്ക് തുറക്കും, വൈകുന്നേരം 5:30 അടയ്ക്കും. നിങ്ങൾക്ക് എന്താ ആവശ്യമെങ്കിലും അവിടെ വരാം. മറ്റു കാര്യങ്ങൾ എന്റെ പരിധിപ്പെട്ടല്ല. ഇപ്പോ പാലക്കാട് ജില്ലയിൽ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. പാലക്കാട് ജില്ലയിലെ ഒരു CI ആത്മഹത്യ ചെയ്തു, സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം കുറ്റം ആരോപിക്കുന്നത് DYSP ആണ്. എവിടെത്തിയ അന്വേഷണം? നിങ്ങൾ ആലോചിക്കുക. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. സ്ത്രീ പീഡന കേസാ, ബലാത്സംഗ കേസാണ് ആരോപണം. എന്ത് നടപടിയാ പോലീസ് എടുത്തത്? പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം എത്രമാത്രം ഭീകരാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും. ജനങ്ങൾക്ക് അരി കിട്ടാൻ നിങ്ങൾ ആ വിഷയം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും? ഒരിക്കലും ആവില്ല. ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെയും പാലക്കാട് നഗരസഭയിലെ അഴിമതിയും അരാജകത്വവും തമ്മിൽ തല്ലുമാണ് പ്രധാന ചർച്ചാ വിഷയം. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന് നല്ല സാധ്യത ഉണ്ടായിരുന്നത് അത് നിങ്ങളങ്ങ് തീരുമാനിക്കല്ലേ? ഞാൻ പറയട്ടെ, രാഹുലിനെ പ്രചരണത്തിന് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? ഒരാൾ ഒരു ചോദ്യം, നിങ്ങൾ 3 ആളൊരു ചോദ്യം. ഇയാൾക്ക് ചോദ്യം മറുപടി പറയട്ടെ. അരുൺ, ജനം TVക്ക്. അതായത് നിങ്ങളാണ് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ തീരുമാനിക്കുന്നത് ആണോ? എനിക്കാണ്. ഞാനൊന്ന് പറയട്ടെ. KPCC എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവിടത്തെ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പ്രചരിപ്പിക്കാമെന്ന് സഹായിക്കും. വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകണ്ട. MP യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. അതിൽ തന്നെ ആ പരാതിയിൽ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും വിശദീകരിക്കേണ്ട. പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സുഹൃത്തെ, ജീവൻ നഷ്ടപ്പെട്ടൊരു വിഷയം CIയുടെ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് ഒരു മറുപടിയും പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, DYSP ആണ്, ഇതേ പോലീസാണ് പരാതി സ്വീകരിക്കുന്നത്. ആ DYSP കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? ശരി,
നിങ്ങളൊരു കാര്യം ഒരാൾ ചോദിക്കാച്ചാൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകും. ഒരാൾ സംസാരിക്കും. അല്ല, നിങ്ങൾ എല്ലാരും കൂടി എന്ത് അരച്ചു കയറുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താ ജില്ലയിലെ ഒരു MLA-ക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി. അതൊക്കെ എല്ലാവർക്കും അറിയാം. MLA-ക്കെതിരെ ഈ MLA-ക്കെതിരെ പരാതി വന്നത് ഇക്ബാലെ, റിപ്പോർട്ടർ ചാനലെ ഇന്നലെയല്ലേ? നിങ്ങൾ 3 മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ? 3 മാസം ഇതിന് വലിയ സംഭവങ്ങൾ നടക്കില്ലേ? പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രിയായിട്ടുള്ള ബന്ധമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.